നീയും തൊട്ട് പിന്നാലെ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അന്വേഷിക്കണ്ടേ? അന്ന് നീ തങ്കച്ചിയെ വിളിച്ചിരുന്നു? അറിയില്ല. വിളിച്ചിരുന്നു. പാർവതി അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് നീ അങ്ങനെ ചെയ്തത്. ആ ശരിയാ, ഇപ്പൊ ഓർമ്മ വന്നു. ഞാൻ വിളിച്ചിരുന്നു. അമ്മയെ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടാ വിളിച്ചത്. അമ്മ ഇറങ്ങിപ്പോയപ്പോ എന്തുകൊണ്ടാ നീ കൂടെ പോവാതിരുന്നത്? അല്ല, സാധാരണ എല്ലാരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ലല്ലോ, ഇവരാരും അത് ചെയ്തില്ലല്ലോ. അമ്മയെന്ന് വെച്ചാ എനിക്ക് ജീവനാ സാറേ. സ്വന്തം അമ്മയെ പോലെ. അമ്മയെ കാണാതായാലും എനിക്ക് നല്ല വിഷമമുണ്ട്. നിന്റെ വിഷമമൊക്കെ ഞാൻ അധികം വൈകാതെ മാറ്റിത്തരാം. ഇനിയും നിന്നെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. നമുക്ക് കാണാം. ശരി. ഇപ്പൊ എങ്ങനെയുണ്ടടി? എന്നെ കൊണ്ടുപോയോ? കൊണ്ടുപോകും. അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിനക്കെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാ നിന്നെ അയാളൊരു പൂട്ടും. അതുറപ്പാ. എന്തായി? വല്ല പുരോഗതിയുണ്ടോ? ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു ലോക്ക് പണിതുകൊണ്ടിരിക്കും. അതൊരു പെർഫെക്റ്റ് ലോക്ക് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അവനെ കസ്റ്റഡിയിലെടുക്കാത്തത്. പ്രതി അവൻ തന്നെയാണ്. പക്ഷേ തെളിവുകൾ മുഴുവനും കിട്ടണം. എങ്കിലേ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും. ഒരിക്കൽ അങ്ങനെ ചെയ്താൽ പിന്നെ ഒരിക്കലും അവന് ഊരിപ്പോവാൻ പറ്റരുത്. അതിനാ ശ്രമിക്കുന്നത്. ശരി. ശരി. എങ്ങോട്ടേ കയറി പോന്നെ? ഞാൻ ദേവിയെ കാണാൻ വന്നതാ. അത് മനസ്സിലായി. അതിന് ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് മനസ്സിലായില്ല. എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയ ഒരുത്തനും ഈ വീടിന്റെ പടി ചവിട്ടം. നിന്റെ അമ്മയെ കൊല്ലാൻ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. നോണ പറയണ്ട, ചതിയനാണ്. നീ തന്നെ അത് ചെയ്തു. നിനക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ സത്യം അതല്ല. അത് നിനക്ക് ബോധ്യമാവും ഇന്നല്ലെങ്കിൽ നാളെ. വേണ്ട, നീ എന്നെ ബോധ്യപ്പെടുത്തൊന്നും വേണ്ട. കാശും സ്വാധീനം ഉണ്ടെങ്കിൽ ആർക്കും എന്തും വിലയ്ക്ക് വാങ്ങാം. കോടതി നിന്നെ വെറുതെ വിടുമായിരിക്കും. പക്ഷേ എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ നീ തന്നെ ആയിരിക്കും എന്നും പ്രതി. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടേ എന്റെ പ്രഭാവതിയെ കൊല്ലാൻ നോക്കിയവനെ ഈ വീടിനകത്ത് കേറിപ്പോകരുത്. കേറും. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം, ഈ വീട് എന്റെ പേരിലായിരിക്കുന്നിടത്തോളം കാലം സിദ്ധു ഇവിടെ കേറിയിരിക്കും. എന്റെ വാക്കുപോലും നീ ധിക്കരിക്കാറായി അല്ലേ മോളെ? ധിക്കരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് മുത്തശ്ശി. പക്ഷെ എന്നെ കൊണ്ടത് ചെയ്യിക്കുന്നില്ല. മുത്തശ്ശിയും പിന്നെ ദേ നിൽക്കുന്നുണ്ട്. സത്യം മനസ്സിലാക്കിയിട്ടാ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുന്നെങ്കിലേ എനിക്കത് മനസ്സിലാവുമായിരുന്നു.
ഇവനെയല്ലേ മുത്തശ്ശി വിശ്വസിക്കുന്നത്. അത് മുത്തശ്ശിയുടെ നാശത്തിന്. അതുകൊണ്ട് അതനുസരിക്കേണ്ട ബാധ്യത എനിക്കില്ല.